എറണാകുളം തിരുവാങ്കുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന 3 വയസ്സുകാരി ലൈംഗിക പീഡനത്തിനിരയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. സ്ഥിരീകരണത്തിന് പിന്നാലെ അച്ഛന്റെ അടുത്ത ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുട്ടിയുടെ അമ്മയെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, പ്രതി ഇപ്പോൾ കുറ്റം സമ്മതിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നല്ലോ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പോലീസ് രഹസ്യമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരുത്തരെയും ചോദ്യം ചെയ്തു വരികയായിരുന്നു. പ്രധാനമായും അടുത്ത ബന്ധുക്കളെ അടക്കം തന്നെ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും തുടർന്ന് ചോദ്യം ചെയ്ത് വരികയും ചെയ്യുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഓരോരുത്തരെയും ചോദ്യം ചെയ്യുന്നതിനിടെയാണ് ഒരു കുട്ടിയുടെ ബന്ധുവിനെതിരെ പോലീസിന് സംശയം തോന്നുകയും ബന്ധുവിനെ കൂടുതൽ നേരം ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചോദ്യം ചെയ്യലായിരുന്നു ബന്ധു കുറ്റം സംബന്ധിച്ചിട്ടുണ്ടായിരുന്നത്. പോലീസ് സ്റ്റേഷനിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു ഈ കുറ്റസമ്മതം അടക്കം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും ഇയാൾക്കെതിരെ മറ്റേ പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടെയാണ് ഇയാൾക്കെതിരെ മറ്റ് പോക്സോ കേസുകളടക്കമുണ്ട് എന്ന് കണ്ടെത്തുകയും അതിനെ തുടർന്നാണ് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യലിന് പോലീസ് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചോദ്യം ചെയ്യലായിരുന്നു ഈ ബന്ധു കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടായിരുന്നത്. താൻ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് ഈ പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ മറ്റ് ഡിവൈഎസ്പി അടക്കം തന്നെ ഡിവൈഎസ്പിയുടെ അടക്കം തന്നെ നേതൃത്വത്തിലായിരുന്നു ഈ ചോദ്യം ചെയ്യലടക്കം തന്നെ പുരോഗമിച്ചിട്ടുണ്ടായിരുന്നത്. ഇയാൾക്കെതിരെ ഇയാളുടെ അറസ്റ്റ് ഇന്ന് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. നിലവിൽ ഇയാള് പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണ് ഈ കുട്ടിയെ പീഡനത്തിന് വിധേയമാക്കിയതെന്നടക്കം തന്നെ പോലീസ് ഇനി ചോദ്യം ചെയ്ത് വരികയാണ്. ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. പുത്തൻകുരിശ് പോലീസാണ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മറ്റൊരു കേസ്, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് ചങ്ങമ്പനാട് പോലീസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുട്ടിയുടെ അമ്മ സന്ധ്യക്കെതിരെയാണ് ഈ കൊലക്കുറ്റം ചുമത്തി പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ഈ കൊലപാതകവുമായി ഇപ്പോൾ 2 കേസ് 2 പോലീസ് സ്റ്റേഷനുകളിലായി എടുത്തിട്ടുണ്ട്. ഒന്ന് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ ഈ കുട്ടിയുടെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത്. അതും ഒരു തവണയല്ല, പല തവണയായി കുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് ഇടയാക്കിയെന്നായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പുത്തൻകുരിശ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കുട്ടിയുടെ അച്ഛന്റെ ബന്ധുക്കളെ ചോദ്യം ചെയ്തു വരികയും അച്ഛന്റെയും അമ്മയുടെയും ബന്ധുക്കളെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ചോദ്യം ചെയ്യലാണ് കുട്ടി ലൈംഗികമായി ചൂഷണത്തിനിരയായി എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും മുൻപും ഇയാൾ ഇതുമായി സമാനമായ രീതിയിൽ ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചോദിക്കുകയും ഈ ചോദ്യം ചെയ്യലായിരുന്നു കുറ്റസമ്മതം പ്രതി നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം ഉച്ചയോടെ തന്നെ കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡി അപേക്ഷ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങും എന്നാണ്, കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ അമ്മയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊലക്കുറ്റത്തിലുള്ള കേസാണ്. ആ ചോദ്യം ചെയ്യൽ, അമ്മയ്ക്കെതിരെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അമ്മയ്ക്ക് ഇതിനെ കുറിച്ച് അറിയുമോ, കുട്ടി ലൈംഗികമായി ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് എന്ന് അമ്മ മനസ്സിലാക്കിയിട്ടുണ്ടോ, അമ്മയ്ക്ക് ഏതെങ്കിലും കാരണവശാൽ അറിയുമോ എന്നതടക്കം തന്നെ പോലീസ് പരിശോധിക്കും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ചെയ്യലുകളടക്കം തന്നെ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എസ് പി മാധ്യമങ്ങളെ കാണാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷം മറ്റു കൂടുതൽ വിവരങ്ങൾ അറിയുമെന്നാണ് പ്രധാനമായും മനസ്സിലാക്കുന്നത്. നിലവിൽ എന്തായാലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 2 പോലീസ് സ്റ്റേഷനുകളിലായി 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശരി, എറണാകുളം തിരുവാങ്കുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന 3 വയസ്സുകാരി ലൈംഗിക പീഡനത്തിനിരയായിരുന്നുവെന്നാണ് പുറത്തു വന്നിരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്.
കുട്ടിയെ പീഡിപ്പിച്ച അച്ഛന്റെ അടുത്ത ബന്ധുവിനെ ഇന്ന് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരിക. വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്.